DJI Avata 2 FPV ഡ്രോൺ ആണ്. DJI ഇറക്കിയിട്ടുള്ള അടിപൊളി FPV ഡ്രോൺ ആണ് DJI Avata 2. ഈ FPV ഡ്രോണിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ ഇത് ശരിക്കും നമുക്കൊരു വിഷ്വൽ ആയിട്ടുള്ള ഒരു എഫക്റ്റും കൂടെ തരും. കാരണം ഇത് അധികം യൂസ് ചെയ്യുന്നത് ഗോഗിൾസ് ഒക്കെ വെച്ച് നമ്മൾ കണ്ണിൽ വെച്ചിട്ട് ശരിക്കും നമ്മൾ ആ സ്ഥലത്തേക്ക് പറന്നു പോയി കാണുന്നത് പോലത്തുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് FPV ഡ്രോൺ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും, ഈ വീടിൻ്റെ അകത്തേക്ക് കയറണതും അതുപോലെ മരങ്ങളുടെ ഇടയിൽ കൂടെ പറക്കുന്നതും അങ്ങനെയുള്ള പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള FPV ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ്. DJI Avata 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നമുക്ക് ഷൂട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ DJIയുടെ നമുക്കൊരു FPV എക്സ്പീരിയൻസും കൂടെ ശരിക്കും ഒരു ഗോഗിൾസ് ഒക്കെ വെച്ചിട്ട് ശരിക്കും നമ്മൾ ഫ്ലൈ ചെയ്യുന്ന പോലത്തെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ നോർമലി ഒരു ചെറിയ സ്ക്രീനിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോഗിൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുഴുവനായിട്ടുള്ള വിഷ്വൽ കിട്ടും. ശരിക്കും എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. അതാണ് ഇതുപോലുള്ള ഡ്രോണിൻ്റെ വേറൊരു ഗുണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളും എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതിലേക്കുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആണ് പോകുന്നത്. എല്ലാവർക്കും ഐഷൂട്ട് ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം എത്തും. അപ്പോൾ അവറ്റേക്ക് പോവുകയാണെങ്കിൽ ഇത് നമുക്ക് ഫ്രണ്ടിൽ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഗ്ലാസ് നമുക്ക് റിമൂവ് ചെയ്യാം. ശരിക്കും ട്രാൻസ്പോർട്ട് ടൈമിലാണ് നമുക്ക് ഈ ഗ്ലാസ് ആവശ്യമുള്ളത്. തൽക്കാലം ഞാനത് റിമൂവ് ചെയ്തു. 4 പ്രൊപ്പലാണ് വരുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് സ്പിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും തട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാലും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ബമ്പേഴ്സ് ഇതിന് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ റബ്ബറിനൊക്കെ ബീഡിംഗ് ഒക്കെ വാങ്ങാൻ കിട്ടും. അതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മറ്റ് ഡ്രോണുകളാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫാനൊക്കെ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പ്രൊപ്പലർക്ക് എവിടെയും തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കഷ്ണം മുറിഞ്ഞ് പോവുക ചെയ്യുക. പക്ഷേ ഇത് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം എവിടെയെങ്കിലും തട്ടിയാലും അതവിടെ സ്റ്റേ ചെയ്തോളും. പിന്നെ ഇത് തട്ടി വീണ് നമ്മൾ അടുത്തുള്ളടത്തൊക്കെ തട്ടി വീണ് കഴിഞ്ഞാലും നമ്മളിത് മലന്ന് വീടൊക്കെയാണെങ്കിൽ ഇതിന് വേറൊരു മോഡുണ്ട്, ടർട്ടിൽ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. ആ മോഡ് നമ്മൾ ഓണായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നീറ്റ് നിന്നിട്ട് അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നോളും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഏകദേശം ഇവർ 13 കിലോമീറ്ററൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ FPV ഉപയോഗിച്ച സമയത്ത് 1 കിലോമീറ്റർ 500 മീറ്റർ മുതൽ 1 കിലോമീറ്ററാണ്. മറ്റേ ഡ്രോണിൻ്റെ അത്ര റേഞ്ചിലേക്ക് ഇത് പോകുന്നില്ല. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 500 മീറ്റർ ഈസി ആയിട്ട് പോയി എത്ര മറവുണ്ടെങ്കിലും പോകും. സ്ട്രൈറ്റ് ആയിട്ട് കാണുകയാണെങ്കിലാണ് ഇത് ശരിക്കും 2-3 കിലോമീറ്റർ പോകുള്ളൂ. മറവ് വന്നു കഴിഞ്ഞാൽ മറ്റ് ഡ്രോണുകളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് മറഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് കണക്ഷൻ കിട്ടാറുണ്ട്. പക്ഷെ ഇത് മറിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ കട്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു ബിൽഡിങ്ങിനുള്ളിലൊക്കെ കയറുകയാണെങ്കിൽ ഒരു 500 മീറ്റർ ഉള്ളിലുള്ള ബിൽഡിങ്ങിന് കയറിക്കൂടിയൊക്കെ നമുക്ക് കയറിയിട്ടൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോരാൻ പറ്റുള്ളൂ. അതിലപ്പുറം നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഈ ബാറ്ററി നമുക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള ബാറ്ററിയാണ്. കാരണം ഇത് നല്ല പവർ ഉപയോഗിച്ചിട്ടാണ് ഓടുന്നത്. പവർഫുൾ ആയിട്ടുള്ള ബാറ്ററിയാണ്. ഈ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 21 മിനിറ്റ് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. 23 മിനിറ്റാണ് പറയുന്നത്. 21 മിനിറ്റ് 20 മിനിറ്റ് നമുക്ക് ഈസി ആയിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റും. ബാറ്ററിയുടെ പവർ അറിയണമെങ്കിൽ ബാക്കിൽ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ബാറ്ററിയിൽ എത്ര പവർ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ ഓൺ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആക്കാനും പറ്റും. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ഇവിടെ നമുക്കൊരു പോർട്ട് വരുന്നുണ്ട്. ഈ പോർട്ടിൽ നമുക്ക് USB-C വെച്ചിട്ട് നമുക്ക് ഇതിൽ തന്നെ ചാർജ് ചെയ്യാനും പറ്റും. അതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് സെറ്റപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ USB-Cയും അതുപോലെ നമ്മളെ മൊബൈലും കൂടെ കണക്ട് ചെയ്ത് DJI ആപ്പ് വെച്ചിട്ടാണ് നമ്മളിത് ആദ്യമായിട്ട് സെറ്റൊക്കെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ USB-C വരുന്നുണ്ട്. അതുപോലെ ഒരു micro SD കാർഡ് വരുന്നുണ്ട്. ഈ micro SD കാർഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഓപ്ഷൻ ചെയ്യാം. micro SD കാർഡിൽ റെക്കോർഡ് ചെയ്യണോ, അതല്ലെങ്കിൽ ഡ്രോണിലെ ഇൻബിൽട്ട് ആയിട്ടുള്ള 43 GB ഡ്രോണിൽ വരുന്നുണ്ട്. അതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ SD കാർഡ് ഇല്ലെങ്കിലും നോർമലി നമ്മൾ മറ്റേ ഡ്രോണിൽ SD കാർഡ് എടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് മുടങ്ങും. പക്ഷേ SD കാർഡ് ഇല്ലെങ്കിലും നമുക്ക് ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള മെമ്മറി യൂസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതും കൂടെ ഇതിൻ്റെ ഒരു ഗുണമാണ്. ഇത് വരുന്നത് ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ 1/1.3 ഇഞ്ച് ഏകദേശം 1 ഇഞ്ചിൻ്റെ അടുത്തുള്ള ഒരു സെൻസറാണ്. പക്ഷേ 1 ഇഞ്ചില്ല. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു സെൻസർ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 4K നമുക്ക് 60 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് 2.7K അതുപോലെ ഫുൾ HD ഒക്കെ ആണെങ്കിൽ 120 ഫ്രെയിംസിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ സ്റ്റെബിലൈസർ വരുന്നത് സിംഗിൾ ആക്സിസ് ആണ്. അപ്പോൾ അതായത് ടിൽറ്റും ഇതൊന്നും നമുക്കിതിൽ വർക്ക് ചെയ്യില്ല. ടിൽറ്റൊക്കെ നമ്മൾ ഡ്രോൺ ചേരുമ്പോൾ നമ്മുടെ വിഷനും ചേരും. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുക. പക്ഷേ വീഡിയോ നമുക്ക് റോക്ക് സ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഹൊറിസോണ്ടൽ സ്റ്റഡി ഉണ്ട്, റോക്ക് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് കാണുന്ന പോലത്തെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഇതിൽ ഡ്രോൺ എത്ര ഇളകി കഴിഞ്ഞാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വീഡിയോ നമുക്ക് കിട്ടും. അതുപോലെ നിങ്ങൾ വെർട്ടിക്കലാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ വെർട്ടിക്കൽ മോഡിലേക്ക് ഇത് പോകില്ല.
പക്ഷേ വെർട്ടിക്കലാണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സ്ക്വയറായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് വെർട്ടിക്കൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം 2.7K തർക്കമില്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് ക്വാളിറ്റി. മാത്രമല്ല നമുക്ക് ഫോട്ടോ ഒക്കെ ഇത് വെച്ചിട്ട് എടുക്കാൻ പറ്റും. ഫോട്ടോ നോർമലി ഡ്രോൺ വെച്ചിട്ട് എടുക്കൽ കുറവാണെങ്കിൽ നമുക്ക് ഡ്രോൺ വെച്ചിട്ട് ഇതുകൊണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. ഇനി ഇതിൻ്റെ ഗോഗിളും മറ്റു കാര്യങ്ങളും സെറ്റപ്പൊക്കെയാണ് പോകുന്നത്. എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഓൺ ചെയ്തതിന് വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ഗോഗിളും അതുപോലെ ഇതിൻ്റെ റിമോട്ടൊക്കെ കുറിച്ചിട്ടൊക്കെ ഞാൻ സംസാരിക്കാം. ആദ്യം ഗോഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിലെന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഗോഗിൾസ് വരുന്നത്. DJI Goggle 3 എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗോഗിൾ അതിൻ്റെ കൂടെ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 2 ലെൻസ് വരുന്നുണ്ട്. ഈ ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ വ്യൂ നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ താഴെ നമുക്ക് നമ്മുടെ കണ്ണിനനുസരിച്ചിട്ട് നമ്മളെ എന്താ പറയുക സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ പവറിനനുസരിച്ചും അതിൻ്റെ ആംഗിളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ വരുന്നുണ്ട്. നമുക്ക് ലൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ 2 ആൻറ്റിന വരുന്നുണ്ട്. ഈ ആൻറ്റിന അപ്പോൾ നമ്മൾ പൊക്കി വെക്കാൻ മറക്കരുത്. പിന്നെ നമുക്ക് ഇവിടെ 2 പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഗ്യാപ്പ് 2 വരുന്നുണ്ട്. ഈ ഗ്യാപ്പ് നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് നോർമലി യൂസ് ചെയ്യേണ്ടത്. പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഹെഡിൽ നമുക്ക് ഇങ്ങനെ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഹെഡ് ബാൻഡിൽ നമുക്ക് നമ്മളെ തലക്കനുസരിച്ച് ഇത് ടൈറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആവശ്യത്തിന് ടൈറ്റ് ആക്കി കൊടുത്താൽ മതി. ഇതിലാണ് ഇതിൻ്റെ ബാറ്ററിയും കൂടെ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് ഇതിൻ്റെ ശരിക്കും ബാറ്ററി പവർ ഇതിനുള്ള ബാറ്ററി നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ബാറ്ററി നമുക്ക് ബേക്കപ്പ് കിട്ടും. അതുപോലെ നമുക്ക് ഫുൾ HD ഉള്ള സാധനങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ SD കാർഡ് നമുക്ക് ഇടാൻ പറ്റും. ഇവിടെ SD കാർഡ് ഇട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അഥവാ നമ്മളിരുന്ന് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡ്രോൺ ആയതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കൂടെ ഒക്കെ പറപ്പിക്കുന്ന സമയത്ത് ഡ്രോൺ മിസ്സായി പോയാലും ഇതിൽ നിന്ന് നമുക്ക് ബാക്കപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ട് SD കാർഡ് നമുക്ക് ഇവിടെ ഇടാം. അത് നമുക്ക് മെനുവിൽ പോയിട്ട് ഓപ്ഷൻ ചെയ്യാൻ എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ഡ്രോണിൽ വേണോ SD കാർഡിൽ വേണോ അല്ലെങ്കിൽ ഗോഗിൾസിനും കൂടെ റെക്കോർഡ് ചെയ്യണോ എന്നുള്ളത് കൂടെ ഓപ്ഷൻ ചെയ്യാൻ പറ്റും. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ മെനുവിൽ പോയി കഴിഞ്ഞിട്ട് ഫോഗ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഫാന് വർക്ക് ചെയ്തിട്ട് നമ്മൾ ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് ഫാനിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു ആവി പോലെ നമുക്ക് കിട്ടും. അങ്ങനെ വിയർത്ത് നിൽക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഡീഫോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാഷ്പത്തിനൊക്കെ നമുക്ക് പുറത്തേക്ക് വിട്ടിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടാൻ വേണ്ടി ഡീഫോഗ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൽ മുഖത്തേക്ക് വെക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. അതാണ് നമ്മളെ ഗോഗിൾസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് DJIൻ്റെ കൺട്രോളും വരുന്നുണ്ട്. ഇതാണ് നമ്മളിതിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് മറ്റു പോലത്തുള്ള സ്റ്റിക്കല്ല, ഈ ഗോഗിൾസ് വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റിക്ക് വരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ആക്രോബാറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോൺ ഫ്ലിപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വേറെ ഓപ്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഡ്രോൺ നമുക്ക് നീക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് ഉപയോഗിക്കാം. അതുപോലെ ഫ്രണ്ടിലേക്ക് അമർത്തി കഴിഞ്ഞാൽ ഡ്രോൺ ഇങ്ങനെ പൊങ്ങി മേലേക്ക് പോകും. താഴേക്കാണെങ്കിൽ താഴേക്ക് വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ബട്ടൺ. പിന്നെ ഇവിടെ നമുക്കൊരു മെനു, നമുക്ക് നമ്മുടെ സെറ്റിങ്സ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു മോഡ് ബട്ടൺ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് റിട്ടേൺ ഹോം നമ്മളെ മോഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള മോഡ് ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഇത് പ്രസ് ചെയ്തിട്ട് 2 പ്രാവശ്യം പ്രസ് ചെയ്താൽ നമുക്ക് ഡ്രോൺ ഓൺ ആക്കാൻ പറ്റും. ഓൺ ആക്കിയിട്ട് നമുക്ക് അതിനെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഓട്ടോമാറ്റിക് ഡ്രോൺ ടേക്ക് ഓഫ് ആവും. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് മേലേക്ക് പൊക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഡ്രോൺ ഫ്രണ്ടിലേക്ക് പോകുക. ഇത് ബാക്കിലേക്ക് റിവേഴ്സ് പിടിച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്ക് വരും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മളെ വിഷ്വൽ നമുക്ക് കാണാൻ പറ്റും. വിഷ്വൽ നമുക്ക് നമ്മളെ മൊബൈലിൽ കാണാൻ പറ്റും. അപ്പോൾ ആ വിഷ്വൽ നമ്മൾ എവിടേക്കാണോ ഇത് പോയിൻ്റ് ചെയ്യുന്നത് ആ പോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഡ്രോൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും 2 മരത്തിൻ്റെ ഇടയിൽ കൂടെ പോകണമെങ്കിൽ ഇത് വെച്ച് പോയിൻ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ ഈസി ആയിട്ട് കയറി പോയിക്കോളും. അതാണ് ഇതിൻ്റെ വേറൊരു ഗുണം. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ പതുക്കെ ഓടിച്ച് പഠിക്കുക. പിന്നെ ഇവിടെ നമുക്ക് റെക്കോർഡ് ബട്ടൺ വരുന്നുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്താലാണ് നമുക്ക് റെക്കോർഡ് ആവുന്നത്. ഇത്രയാണ് നമ്മളെ എന്താ പറയുക കൺട്രോളിലുള്ള ഓപ്ഷൻ വരുന്നത്. ഇനി നമുക്ക് ഡ്രോൺ കണക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത് നോക്കാം. അതിന് പുറമെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു വിഷ്വൽ, ഇതിൽ കാണുന്ന വിഷ്വൽ നമ്മളെ മൊബൈലിൽ വേണമെങ്കിൽ അതും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതുമായിട്ട് ഈ ഗോഗിൾസുമായിട്ട് ഇത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വിഷ്വൽ നമ്മളെ മൊബൈലിലും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ വിഷ്വൽ മൊബൈലും കൂടി എടുക്കുന്നുണ്ട്. കാരണം നമ്മളെ മെനു സെറ്റപ്പൊക്കെ കാണിക്കുന്നത് നമുക്ക് മൊബൈലിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഡ്രോണ് താഴെ വെച്ചിട്ട് ഡ്രോൺ ഞാൻ ഓൺ ആക്കാൻ പോവാണ്. ഡ്രോൺ ഞാനൊരു പ്രസ് ചെയ്തു ഹോൾഡ് പിടിച്ചു. ഡ്രോൺ ഓണായി കഴിഞ്ഞാൽ ഡ്രോൺ ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഡ്രോൺ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓൺ ചെയ്യേണ്ടത് നമ്മളെ ഗോഗിൾസിൻ്റെ താഴെ നമുക്കൊരു ബട്ടൺ വരുന്നുണ്ട്. ഈ താഴെ വരുന്ന പവർ ബട്ടൺ പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഗോഗിൾസ് നമുക്ക് ഓണാവും. ഇവിടെ നമുക്ക് വരുന്നത് USB-C വരുന്നുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി. ഇതിലാണ് നമുക്കിത് ചാർജ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് മേലെ വരുന്നത് ഇവിടെ നമുക്ക് ബട്ടൺ കാണാൻ പറ്റും. മെനു ബട്ടണാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഓരോ ഭാഗത്തുള്ള മെനുകളും എവിടുന്ന് എടുക്കണം എന്നുള്ളതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് നമുക്ക് മെനു കൊണ്ടുവരാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ബാക്ക് പോകണമെങ്കിൽ ബാക്ക് ബട്ടൺ ഉണ്ട്. ആ ബാക്ക് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നേരെ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഗോഗിൾസ് വെച്ചു. ഗോഗിൾസ് ഓൺ ആയതുകൊണ്ട് എനിക്ക് വിഷ്വൽ കാണാൻ പറ്റും. ഇനി ഞാൻ മൊബൈലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ നിന്നുള്ള മെനു കൊണ്ടുവന്നു. മെനുവിൽ നമുക്ക് ഷെയർ ലൈവ് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരുന്നുണ്ട്. അത് ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ മൊബൈലിൽ DJIയുടെ ആപ്പ് എടുക്കുക.
മൊബൈലിൽ ഡി ജെയുടെ ആപ്പ് എടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഇത് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളതല്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കിത് യൂസ് ചെയ്യാൻ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നമുക്കിതിൻ്റെ മെനു സെറ്റപ്പ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, അതല്ലെങ്കിൽ നമുക്കിത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഗോഗിൾ നമ്മൾ ഓൺ ചെയ്തു, അതുപോലെ റിമോട്ട് കൺട്രോൾ ഓൺ ചെയ്തു. ഇത് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു പോയിന്റ് നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സൈഡിൽ പോയിട്ട് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ, ഈ സെറ്റിങ്സ് ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ സെറ്റിങ്സ് കംപ്ലീറ്റ് ഇങ്ങനെ ഈ ഗോഗിൾ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. മേലെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് സാധനങ്ങളൊക്കെ ഇറങ്ങി വരും. താഴെയും മേലെയും ലെഫ്റ്റ് സൈഡിലാണ് ശരിക്കും ഇതിൻ്റെ മെനൂസൊക്കെ ഉള്ളത്. അതൊക്കെ നമുക്ക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗോഗിൾ ഉപയോഗിക്കാതാണെങ്കിൽ മേലെയുള്ള ഈ ഒരു ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് മേലെയുള്ള ജോയ്സ്റ്റിക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൈഡിൽ നിന്നുള്ള സെറ്റിങ്സ് നമുക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഗോഗിൾസിലുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളിനി ചെയ്യുന്നത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഈ ഓറഞ്ച് ബട്ടൺ നമ്മൾ 2 പ്രാവശ്യം നെക്കിക്കഴിഞ്ഞാൽ ഡ്രോൺ ഓണായി, മോട്ടറുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങി, പ്രൊപ്പല്ലേഴ്സ് ശരിക്കും വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതന്നെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ടേക്ക് ഓഫ് ആവും. അതല്ലെങ്കിൽ നമുക്ക് ഈ മേലെയുള്ള സ്റ്റിക്ക് നമുക്ക് പൊക്കി കൊടുത്താൽ കണ്ടോ ഇപ്പോൾ ടേക്ക് ഓഫ് ആയിട്ട് നിൽക്കുകയാണ്. ഡ്രോൺ നമുക്ക് ടേക്ക് ഓഫ് ആയി. അപ്പോൾ നോർമലി ഇത് വർക്ക് ചെയ്യില്ല. ഇതിന് ട്രിഗർ നമ്മൾ ചെറിയ ഒരു സ്മൂത്ത് ടച്ചിങ്ങിൽ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. നമ്മൾ ഇങ്ങനെയല്ല ട്രിഗർ പിടിക്കേണ്ടത്, ഇങ്ങനെ തന്നെ ട്രിഗർ പിടിക്കേണ്ടത്. അപ്പോൾ ട്രിഗർ നമ്മൾ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ട് നമ്മൾ കൈ അടിക്കുന്നതനുസരിച്ച് കണ്ടോ, കൈ ചെരിക്കുന്നതനുസരിച്ച് നമ്മളെ ഡ്രോൺ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ലെഫ്റ്റും റൈറ്റും പോകണമെങ്കിൽ നമുക്ക് ഇതുപോലെ മേലത്തെ ജോയ്സ്റ്റിക്ക് നമുക്ക് ഉപയോഗിച്ചിട്ട് ലെഫ്റ്റും റൈറ്റും നമുക്ക് ഇങ്ങനെ പോകാനും പറ്റും. ഇതിങ്ങനെ സിമ്പിളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകും. എവിടേക്കാണ് പിടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകും. റിവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് കയറി വരും ചെയ്യും. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ലാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ലാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് നമ്മൾ താഴ്ത്തി പിടുത്ത് കൊടുത്താൽ ലാൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. ഇത്ര സിമ്പിളായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഡ്രോണ് തിരിഞ്ഞ് പോകും. സ്റ്റിക്ക് അമർത്തി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകും, ബാക്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലേക്ക് റിവേഴ്സും വരും. ഇത്ര കാര്യമുള്ളൂ. അതുപോലെ പൊങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ തന്നെ ഇങ്ങനെ പൊക്കി കൊടുത്താലും ഡ്രോൺ പൊങ്ങിപ്പോവും, ഇങ്ങനെ കൊടുത്താൽ താഴ്ന്നു വരും. അപ്പോൾ ഇത് മറ്റ് ഡ്രോൺ പോലെ നമ്മൾ നേരെ പറക്കുമ്പോൾ താഴേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിർത്തിയിട്ട് നോക്കാനേ പറ്റുള്ളൂ. കാരണം എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വരും. അപ്പോൾ ഒരു താഴേക്കും കൂടെ വരും. അതല്ലെങ്കിൽ ഗോഗിൾസിനും കൂടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് താഴേന്ന് ഗോഗിൾ നോക്കുമ്പോൾ ഇത് നേരെ പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഗോഗിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിന് കൺട്രോൾസ് ഉള്ളത്. ഇനി നമുക്കൊന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഫ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്യാൻ വെച്ചാൽ സ്റ്റിക്ക് പ്രസ് ചെയ്തു, ഡ്രോൺ ടേക്ക് ഓഫ് ചെയ്തു. ഇപ്പോൾ എനിക്ക് വ്യൂ ഒക്കെ കംപ്ലീറ്റ് കാണാനുണ്ട്. എല്ലാ വ്യൂ എനിക്കിവിടെ കാണാനുണ്ട്. റെക്കോർഡിംഗ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്കൊന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഡ്രോണ് ഇപ്പോൾ ഡ്രോൺ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് പോയി. ഓക്കെ കഴിഞ്ഞാൽ പൊങ്ങും. ഇനി നമുക്ക് തിരിച്ചു വരണമെങ്കിൽ കണ്ടോ, നമ്മൾ എവിടേക്കാണ് പോയിന്റ് അനുസരിച്ച് അതിനനുസരിച്ച് ഡ്രോൺ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഇതിലാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉഷാറായിട്ട് കണ്ടോ, മറ്റേതിനേക്കാളും കൂടുതൽ രസമായിട്ട് നമുക്കതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ശരിക്കും ഈ ബ്രിഡ്ജിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വിടണമെങ്കിൽ ഉഷാറായിട്ട് നമുക്ക് ബ്രിഡ്ജിൻ്റെ ഇടയിൽ കൂടെ കറക്റ്റായിട്ട് കയറി പോയിക്കോളും. ഞാൻ കുറച്ച് പൊക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് പൊക്കിയിട്ടുണ്ട്. ആണോ, ഇപ്പോൾ നമുക്ക് മുകളിൽ നിന്നുള്ള രസകരമായിട്ടുള്ള ആലപ്പുഴയുടെ ശരിക്കും ആലപ്പുഴ ഒരു അടിപൊളി ടൂറിസം കേന്ദ്രമാണ്. മീൻസ് ഒരുപാട് ബോട്ടുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഓടുന്ന അടിപൊളി ടൂറിസം കേന്ദ്രമാണ്. ഇതിൻ്റെ വിഷ്വൽ ബ്യൂട്ടിയൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അടുത്ത് കൂടി തന്നെ ഒരു ബോട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടി രസമായിട്ടുള്ള വിഷ്വൽ ബ്യൂട്ടിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ആണോ, ഇതുപോലെ ബോട്ടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമുക്ക് വിടാം. സൂപ്പറായിട്ട് വെള്ളം
അടിപൊളിയായിട്ട് സാധനങ്ങൾ പോകുന്നുണ്ട്. പണി കുറച്ചും കൂടി പൊക്കാം. അവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പൊക്കിയിട്ടുണ്ട്. ഓ വാവ്, സൂപ്പർ വ്യൂ. ഇത്ര ഭംഗി ഉണ്ടായിരുന്നു ആലപ്പുഴക്ക്. കായലിൻ്റെ എല്ലാ ഭംഗിയും ശരിക്കും കാണാൻ പറ്റിയ വ്യൂ ആണ്. വെറുതെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാം എന്തൊക്കെയാണ്. വാവ്, സൂപ്പർ. ഇപ്പോൾ ഹോം പോയിൻ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാണ്ട്, എവിടെയാണ് ഹോം പോയിൻ്റ് എന്നുള്ളതൊക്കെ കാണാണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടെ പൊങ്ങിയിട്ടൊന്ന് പറഞ്ഞു നോക്കാം. യെസ്, അയവ. ബോട്ടിനോട് നമ്മൾ വിട പറഞ്ഞു. ഡ്രോൺ തിരിച്ചെത്തി കണ്ടോ. ഇപ്പോൾ ഡ്രോൺ നമ്മളെ കയ്യിൽ സാധനം തിരിച്ചെത്തി. അപ്പോൾ DJI അവാറ്റ 2 ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മൾ നോർമലി വാങ്ങിയിട്ട് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പിള്ളേർക്കൊക്കെ പഠിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. 3 മാസത്തെ പ്രൊഫഷണൽ കോഴ്സാണ്. ആധുനികമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും വെച്ചിട്ട് നിങ്ങൾ ഐഷൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.